ഹലോ മമ്മി നല്ല രസമുള്ള ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഹൊറർ കോമഡി ജോണർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഹൊററിന് കുറവാണ്, പക്ഷെ കോമഡി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. എനിക്ക് എടുത്തു പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു VFX ക്വാളിറ്റി. പ്രൊഡക്ഷൻ വൈസ് നല്ല, കാരണം ഒരു ഫാന്റസി മൂവി ആകുമ്പോൾ VFX ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഈ കാലത്ത്. സോ അതായത് നന്നായി കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കോമഡീസ് അത്യാവശ്യം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരു 20% നല്ലൊരു ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി പഠിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ കോമ്പിനേഷൻ ഐശ്വര്യ ഷർഫ് സ്ക്രീനിൽ രസമുണ്ടായിരുന്നു. അത് കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പോയി. അങ്ങനെ ഞെട്ടിക്കുന്ന സീൻസ് ആണെന്നില്ല, എന്റർടൈൻമെന്റ് ആണ്. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഫാമിലി പ്രേമ കഥയാണ്. എന്റെ ഒരു ആ ഒരു ജോണറിലെ പടമുള്ള ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, നല്ല പടം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഒരു കോമഡി ഹൊറർ മൂവിയില് നമ്മൾ ഹിന്ദി പടങ്ങളിലൊക്കെ കൂലിഫലിയൊക്കെ കണ്ട പോലെ അങ്ങനെ ഒരു സ്ക്രീനുള്ള പടമുള്ളവർക്ക് ഫീൽ ചെയ്യും കേട്ടോ. ലാഗൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കോമഡി ഒക്കെ നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല ഫ്രെയിമിങ്, നല്ല ഫ്രെയിമൊക്കെ നല്ല ഉഗ്രനായിട്ടുണ്ട്, കുഴപ്പമില്ല. ഷർഫ് നല്ലതായിട്ടുണ്ട്. ജെയ്ക്സിന്റെ മ്യൂസിക് ഒക്കെ കിടലായിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ വൺ ടൈം വാച്ച് നല്ലൊരു കോമഡി. ഇതിനകത്ത് പറയണമെങ്കിൽ ഇതിന്റെ തുടക്കം നമ്മൾ നോക്കുമ്പോൾ ഒരു ആകാശഗംഗ മുതൽ കോമഡിയോട് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഇൻട്രോന് കഴിയുമ്പോൾ പടത്തിന്റെ സ്റ്റൈല് മാറും. ഇത് ഡയറക്ടർ സമ്മതിക്കാർക്ക് നോക്കിയില്ല, നല്ലൊരു രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗും മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ടും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു അരമനയും ആകാശഗംഗ എല്ലാം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അവസാനം അരമണിക്കൂർ നമ്മളെ തൊഴിലെടുപ്പിച്ചെടുക്കും. കണ്ടിറങ്ങി എല്ലാവരും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും അങ്ങനെ ഒരു കമന്റ് പറയുന്നുണ്ട്. ഫാമിലി കുട്ടികളുടെ എല്ലാവർക്കും